ഫ്രണ്ട്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെടികളെല്ലാം അങ്ങന്നും ഇങ്ങനെല്ലാം പറിച്ചിട്ടെല്ലാം ചട്ടിയിലെല്ലാം ആക്കിയിട്ടും പിന്നെ നമ്മൾ കുറച്ച് ചെടികൾ വാങ്ങിയിട്ടുണ്ടേനു. അപ്പോൾ അതെല്ലാം ഒന്ന് നട്ടിട്ടെല്ലാം ഒന്ന് ഗാർഡൻ അടിപൊളിയാക്കാമെന്ന് വെച്ചിട്ടാണുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് ചെറിയ ചെറിയ പണികളെല്ലാം ഉണ്ട്. ഷീറ്റ് അടിക്കലും ഷീറ്റ് ആറിയിടലും അങ്ങനെ ഓരോ പണികളും, പിന്നെ തുണി അലക്കൽ, അങ്ങനെ വീട്ടിലുള്ള എല്ലാ പണിയും ചെയ്തിട്ടാണ് ചെടികളെല്ലാം നടാൻ വേണ്ടിയിട്ട് ഞാൻ പോയത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തേങ്ങ പൊതിക്കുന്നിടത്ത് നല്ല വെയിലേനു, അതുകൊണ്ടാണ് ക്യാമറയിൽ ഇതുപോലെ ഒരു മങ്ങൽ. ഭയങ്കര വെയിലായതുകൊണ്ട് ഒരു ക്ലിയർ കിട്ടിയിട്ടില്ല. എന്നിട്ട് തേങ്ങ കൊടുത്തോ? കപ്പ വന്നിട്ടുണ്ട്, കൂട്ടാലോ. കൈ കാട്ടും കപ്പേനകത്ത് തരാം. അപ്പോൾ കുട്ടികൾ പറഞ്ഞിട്ട് ചിക്കൻ കുറച്ചെടുത്തിട്ട് പൊരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കപ്പപ്പുഴുക്കായി, ചോറും വേഗം തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ രാവിലെ ഒരാൾ പറഞ്ഞ് ഉപ്മാവ് ആക്കണം എന്ന്, അപ്പാട് കുറച്ചെടുത്ത് ഉപ്മാവ് ആക്കിയതാണ്. പിന്നെ ദോശയാണ് ശരിക്കും ഇന്ന്.
രാവിലെ ചായക്കടി ആക്കിയത്. രാവിലത്തെ ബാക്കിയാണിത് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ചോറും കപ്പയെല്ലാമായി. ഇനിയിപ്പോൾ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ചിക്കനും കൂടി ആയാൽ പിന്നെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ ചിക്കൻ കറിയും റെഡിയായി. ഇനി ഇതെല്ലാം വേഗം ഞാൻ കപ്പയും ചിക്കൻ കറിയും ചോറും എല്ലാം വേഗം ആക്കിയെന്ന് എന്താണെന്ന് വെച്ചാൽ ചെടികൾ കുറച്ച് നടാനുണ്ടായിരുന്നു. നമ്മൾ മേടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഹാങ്ങിങ്ങും എല്ലാം കൂടി ആക്കാമെന്ന് വെച്ചിട്ടാണ് അടുക്കളപ്പണി പെട്ടെന്ന് തന്നെ തീർക്കുന്നത്. കുഞ്ഞാറ്റ ഉപ്പെല്ലാം പാകാം. നല്ല രസമുണ്ട്. വാരിത്തരണോ കുഞ്ഞാറ്റ? കുക്കുട്ടി എല്ലാം പാകാം. ഞാനിപ്പം കപ്പ് തിന്നുന്നില്ല. ഞാനെന്നാണ് തിന്നു നോക്കൂ. ദോശ. ചിക്കൻ്റെ കൂടെ ദോശ തിന്നാൻ നല്ലതാ. അച്ഛൻ വന്നിട്ടില്ലല്ലോ. ഏട്ടൻ നല്ല രസമില്ലേ? ആരാക്കിയ പിന്നെ രസമില്ല എടുക്കുമല്ലേ? അടിപൊളിയല്ലേ? അതാണ് എൻ്റെ കൈപ്പുണ്യം. പച്ചവെള്ളം കുടിക്കൂ. പച്ചവെള്ളം പോയി കുടിക്കും. പൊടി വേണം പഴുപ്പിക്കാം. എന്തായാലും ഞാൻ പഴുപ്പിക്കട്ടെ. എനിക്ക് പതപ്പിക്കാൻ മാത്രമല്ല. അല്ല നീ തുണിയാണ് കാണിക്കുന്നത്. അമ്മ ഇപ്പൊ 11 മണിയല്ല.
അങ്ങനെ അലക്കലും കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം വെറുതെ ഇരുന്നിട്ട് പിന്നെ അടുത്ത പണി എന്നാന്ന് വെച്ചിട്ട് ഇങ്ങനെ വിചാരിച്ച് നിൽക്കലാണ്. അപ്പോൾ ഇനി അടുത്ത ഷീറ്റ് അടിക്കാനുണ്ട്. കത്തിച്ച് കളയാൻ പറ്റൂല. അത് നമ്മൾ ഉരുക്കി കളയൂല. നമ്മൾ ഉരുക്കി കളയും. കമ്പി കൊണ്ട് കമ്പിയല്ല. അതാ പ്രാവ് പോയി കുഞ്ഞു. അതാ ഇതിന്റെ മേളിലൊക്കെ തേടി പോയി. കുക്കുചേച്ചിനോട് ഇരിക്കണ്ട. കുക്കുചേച്ചി കുഞ്ഞാറ്റ ചേച്ചീൻ്റെ അമ്മേനോട് ഇരിക്കും. കളിക്കാൻ വിടുവാണ്. എവിടുന്നാ ജോക്കുട്ട കളിക്കുന്നത്? റോഡിന്ന് കളിക്കാനാ? കേട്ടാ, രാവിലെ നല്ലോണം ഒന്ന് മുറ്റമെല്ലാം അടിച്ചു വാരിയതേനും. പിന്നെ നോക്കുമ്പോൾ ഉച്ചക്കെല്ലാം നല്ലോണം കാറ്റ് വീശിയിട്ട് പിന്നെയും ബദാമിൻ്റെ ചപ്പുള്ളതുകൊണ്ട് അത് ഒരേ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ട് നിന്ന്. അതാണ് ഇത്ര കാട്ടം. ഇതിപ്പം ചകിരിച്ചോറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചകിരിച്ചോറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേരെല്ലാം ഓടിയിട്ട് ചെടികളെല്ലാം വേഗം വളർന്നു കിട്ടും. അതുകൊണ്ട് ചകിരിച്ചോറ് തന്നെ ഹാങ്ങിങ്ങും എല്ലാം ആക്കുന്നത്. പറിക്കാനോ? ഇതൊന്ന് ഇത്തിരി ഇട്ടോളാ. അതിന് നീ എടുത്ത് നടക്കണ്ടേ? പൊട്ടിപ്പോവാ.
ഇടുക്കാച്ചയായിപ്പോ ഇങ്ങനെയുള്ള ചട്ടിയെല്ലാം റെഡിയാക്കി ചെടിയെല്ലാം നട്ടു വരുമ്പോഴത്തേക്കന്നെ നല്ലോണം ഇരുട്ടായതിനും സന്ധ്യയായി. അപ്പം പിന്നെ ഇതെന്തായാലും തീർക്കുക ഇന്ന് തന്നെ എന്ന് വെച്ചിട്ട് ഏട്ടൻ എല്ലാം കുറേ ഒരു 13 ഉണ്ടാവും മുമ്പ് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറെല്ലാം കെട്ടിത്ത് നനക്കെത്താത്തതുകൊണ്ട് എല്ലാം ശരിയാക്കി തീർത്താന്ന്. അവിടെ പോയി അവിടെ മാത്രം ഇതിപ്പോൾ ഹാങ്ങിങ് എല്ലാം നട്ടപാടും ആയതുകൊണ്ട് അങ്ങനെ അധികം നല്ല ഇത് തോന്നൂല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എല്ലാം വളരുമ്പോൾ നല്ല രസമുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.